ഒരു ഒരു അരയടി സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ബിൽഡിങ്ങിന്റെ ഒരു 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 2 ഇഞ്ച് ഡിസേബിൾ ടോയ്ലറ്റിന്റെ 2 ഇഞ്ച് ഉയരം കൂടിപ്പോയി. ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാം ഫിനിഷ് ആയപ്പോൾ 2 ഇഞ്ച് ഉയരം കൂടിപ്പോയി അളന്നിട്ട് അത് ഒരു വിഷയമായതായിരിക്കും. പഠിക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് എൻ്റെ അഞ്ചത്തെ ഏർപ്പെടും. അറിയാമല്ലോ, ഇതാണ് എൻ്റെ പ്രശ്നം. ഇതെല്ലാം സോൾവ് ചെയ്യണം മുനിസിപ്പാലിറ്റിക്കാരും. അത് എനിക്ക് അല്ലെങ്കിൽ പിന്നെ 1 മീറ്ററൊക്കെ രേഖാമൂലത്തിൽ എൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യം. ഈ പിന്നെ പോലീസ് ഓഫീസേഴ്സോ അന്ന് കാണത്തില്ല, മുനിസിപ്പൽ ചെയർമാൻ കാണത്തില്ല, വാർഡ് മെമ്പർ കാണത്തില്ല, മന്ത്രി കാണത്തില്ല, ആരും കാണത്തില്ല 1, 2, 3 വർഷം കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാനും നമ്മുടെ കെട്ടിടവും അനാഥമായി. നേരത്തെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞായിരുന്നു, അവരുടെ എല്ലാം അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ലാൻഡ് അക്വിസിഷൻ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതായത് ഇതിന് പൈസ കിട്ടും, അതിൻ്റെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, അങ്ങനല്ല, നമ്മളൊരു മ്യൂച്വലായിട്ടുള്ള സറണ്ടറാണ്, മ്യൂച്വൽ സറണ്ടറാണ് ഇതിനകത്ത് വരുന്നത് ഈ ആക്ട് അനുസരിച്ച്. അപ്പോൾ അതിന് ചിലപ്പം അവർ സമ്മതിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പോഴും ജസ്റ്റ് ഒരു പ്രാവശ്യം ഫോണിൽ സംസാരിച്ചതേ ഉള്ളൂ. അതിനെപ്പറ്റി നമുക്ക് പിന്നെ അവരുടെ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ വസ്തു തന്നെ കൊടുക്കാൻ പൈസ വേണമെന്നാണ് പറയുന്നത്. അത് കൂടാതെ ഈ മതിൽ കെട്ടിക്കൊടുക്കണം, അതിൻ്റെ വലിയ ഹൈറ്റിലത്. അപ്പം ഒരുപാട് എക്സ്പെൻസീവ് അതിന് വരും ബാക്കിയുള്ളതിനകത്ത്. പിന്നെ നമ്മളിപ്പോഴും തന്നെ പറയേണ്ടത് എത്ര വീതിയാണ് എടുക്കേണ്ടത് ഒരാളുടെ, അത് കറക്റ്റായിട്ടൊരു ഒരു 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 അന്ന് തന്നെ ഇവിടെ കഴിഞ്ഞ മീറ്റിംഗ് കൂടിയപ്പം ഈ റോഡിന് എത്ര വീതി ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല, ഇത് എത്ര എടുക്കണമെന്ന് അറിയത്തില്ല. ഇവിടെ മീറ്റിംഗ് കൂടുക, പക്ഷെ അങ്ങനെ കൂടിയിട്ട് കാര്യമില്ല. നമ്മൾ എത്രമാത്രം ഒരു പുരയിടത്തിന് ഒരു സൈഡിൽ നിന്ന് എത്ര വേണം കറക്റ്റായിട്ട്, ഏറ്റവും കുറഞ്ഞത്, കൂടുതൽ എത്ര വേണ്ടി കൊടുക്കുക, ഏറ്റവും കുറഞ്ഞ മിനിമം ഡിസ്റ്റൻസ് എത്ര വേണമെന്നുള്ള കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ ആർക്കും കറക്റ്റായിട്ട് ഒരു നിയമപരമായിട്ടൊരു പ്ലാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവം ഒരു എഞ്ചിനീയർ വന്ന് പറയുക ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് ഫ്രീ ഓഫ് സറണ്ടർ ആണെങ്കിൽ അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷന് കുറേ എക്സംഷൻസ് ഉണ്ട്. അതിൻ്റെ ആ സെക്ഷനെ അവർക്ക് വന്നിട്ട് അങ്ങനെ സെക്ഷൻ ഉണ്ടല്ലോ. പക്ഷേ ആ സെക്ഷൻ ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഓർഡർ വേണം. 2, ഇതിനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ഓർഡറിൻ്റെ ബേസിലായിരിക്കും. ആ കമ്മിറ്റിയിലാണ് നമ്മൾ ഈ പറയുന്ന ഫ്രീ ഓഫ് സറണ്ടറായിട്ട് കൊടുക്കുന്ന ഒരു അപേക്ഷ കൊടുത്താൽ ആ കമ്മിറ്റി തീരുമാനിക്കും. അവിടെ ഇനി ഒരു ബിൽഡിങ് വരുവാണെങ്കിൽ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ ആ കാര്യങ്ങൾ ആ കമ്മിറ്റിക്ക് തീരുമാനിക്കാം. ഏതാ ഈ പറഞ്ഞ പാർക്കിങ്ങിൻ്റെ വിഷയമുണ്ടെങ്കിൽ അത് വേണ്ട, ഇത് മതിയെന്നുള്ള കമ്മിറ്റിക്ക് തീരുമാനിക്കാം. അതേപോലെ ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ കെട്ടിടം കഴിഞ്ഞാൽ പുതിയൊരു കെട്ടിടം കിട്ടുകയാണെങ്കിൽ അതിനുള്ള ചില എക്സംഷൻസ് ഉണ്ട്. അതായത് ഡിസ്റ്റൻസ് റൂളുണ്ടല്ലോ, ഈ റോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അത് നമ്മൾ കൊടുക്കുന്ന സറണ്ടർ ചെയ്യുന്ന വസ്തുവായിട്ട് കമ്പയർ ചെയ്താൽ അതിൻ്റെ ഇത് വരുന്നത്. നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് ഇതിൻ്റെ നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലുമായിട്ട് ആലോചിച്ച് അതിൻ്റെ തീരുമാനം വേണം. 40 സെന്റിമീറ്റർ വെച്ചാണ് പൊളിഞ്ഞപ്പോൾ അവിടെ കെട്ടിയത്. എല്ലാം കൂടെ വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വണ്ടിയിൽ പോകുന്നത് 40 സെന്റിമീറ്റർ അകത്തോട്ട് വെച്ചാണ്, അന്ന് വനിതാ സെന്റിമീറ്റർ എല്ലാം ആകുമ്പോൾ അങ്ങനെ അവിടെ വെച്ച് നമ്മൾ 40 സെന്റിമീറ്റർ ഉള്ളിലോട്ട് വെച്ചാണ് കെട്ടിയത്. പിന്നെ തന്നെയല്ല, നമ്മുടെ വസ്തു ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഇപ്പം നമ്മുടെ ആ റോഡ് സൈഡിൽ കിടക്കുന്ന വസ്തുവിലാണ്. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് നേരെ ഏതാണ്ട് 30 മീറ്റർ നീളത്തിലാണ് നമ്മുടെ വസ്തു കിടക്കുന്നത്. 30 മീറ്റർ നീളത്തിൽ വരുമ്പോൾ 1 മീറ്റർ വെക്കുമ്പോൾ ഏതാണ്ട് 30 സ്ക്വയറോളം 3/4 സെന്റ് വസ്തുവോളം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ 22 ലക്ഷം രൂപ 20 ലക്ഷം രൂപ റേഞ്ചിലാണ് നമ്മളത് മേടിച്ചത്. അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കെട്ടിക്കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അക്കാര്യത്തിൽ നമുക്ക് നിങ്ങൾ കെട്ടിക്കോ, ഞങ്ങൾ പൊളിക്കുകയാണെന്ന് പറയാൻ വേണ്ടി ഒരു കാരണവശാലും ഞങ്ങളുടെ മാന്യതയില്ല. ആ മതിൽ കെട്ടുന്നതിനാവശ്യമായി ഫണ്ട് ചിലവഴിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് റൈറ്റില്ല, നിയമപരമായി കഴിയില്ല. അതായത് സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊതുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ മതിൽ കെട്ടിക്കെടുക്കാനാവശ്യമായുള്ള ഫണ്ട് പിൻവലിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് ഒരു കാരണവശാലും നിയമപരമായി കഴിയത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ മതിൽ കെട്ടുന്നതിനാവശ്യമായ സംവിധാനം, പകരം സംവിധാനം ആലോചിക്കുക മാർഗമുണ്ട്. മാർഗമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും അങ്ങനെ ചെയ്യുന്നത് നാട്ടിലൊക്കെ പൈസ പിരിച്ചു എടുത്തൊക്കെയാണ് ഇത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർക്കറ്റിൽ പൈസ സംഘടിപ്പിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പം മതിൽ പൊളിച്ച് കഴിഞ്ഞാൽ ആവശ്യം പാറയും മറ്റു സാധനം അവിടെ ഉണ്ടാവും. അതെല്ലാം വെച്ചിട്ട് ഭംഗിയായ നിലയിൽ ഇപ്പോൾ ഈ കിടക്കുന്ന പോലെ തന്നെ ഏറ്റവും ഭംഗിയപ്പോൾ ഏതെങ്കിലും ഒരു കട്ട വെച്ച് കെട്ടി പോകുക എന്നുള്ളതല്ല, കിടക്കുന്ന പോലെ തന്നെ ഭംഗിയായി മതിൽ കെട്ടണം എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായി മതിൽ കെട്ടേണ്ടതുണ്ട്. അത് ചെയ്യാൻ ആവശ്യമായ ഉറപ്പ് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. അതിനാവശ്യ സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. മുനിസിപ്പാലിറ്റിക്ക് രേഖാമൂലം മുനിസിപ്പൽ കൗൺസിലുമായി രേഖാമൂലം അനുമതി ഒരാൾ നിയമപരമായ ഉണ്ട്. അക്കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ വക്കീലദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ മതിൽ ബാക്കി തുടർന്ന് ഇത്ര 1 മീറ്റർ എടുക്കുന്നു, അപ്പോൾ 3 മീറ്റർ അകത്തോട്ട് കയറണമുള്ളത്.
ഇപ്പോൾ പുതിയ നിയമം വരാൻ വേണ്ടി പോവുകയാണ്. ഈ ചെറിയ റോഡുകളിലെല്ലാം 3 മീറ്റർ ഒഴിവാക്കാൻ വേണ്ടി നിയമം വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നിയമം വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അത് 2 മീറ്റർ ആക്കും. ചെറിയ റോഡുകളിൽ വലിയ മെയിൻ റോഡ് ഒഴിച്ച് ബാക്കി എല്ലാ റോഡുകളിലും ഈ ബിൽഡിംഗ് വെക്കുന്നതിന് ആവശ്യമായ ദൂരപരിധി 3 എന്നുള്ള 2 ആക്കുന്നതിനെ പറ്റി ഗവൺമെൻറ് ആലോചിച്ച് നിയമമാക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് മുനിസിപ്പൽ റോഡിനാവശ്യം വികസിപ്പിക്കുന്നതിനാവശ്യമായ വീതി റോഡിനാവശ്യം റോഡ് വസ്തു എടുത്തപ്പോൾ ഇത്ര മീറ്റർ എടുത്തു എന്ന് രേഖാമൂലം എഴുതി കൊടുക്കും. അതിന് കമ്മിറ്റിയുടെ ഘടന എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ല.